ചേട്ടാ എങ്ങനെയുണ്ട്? ഉറക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്താ ചെയ്യുക, രാവിലെ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഫ്രഷ് ആയിട്ട് പള്ളിയിൽ ഞങ്ങൾക്ക് നേർച്ചയുണ്ടായിരുന്നു, മുട്ടൂത്തിയേഴെന്ന് വിചാരിച്ച് പോയതായിരുന്നേ. അപ്പം ഞങ്ങൾ മെയിൻ ബസ്സിലേക്ക് വഴിയാണ് പോയത്. പക്ഷേ ബസ്സിലേക്കയുടെ ഉള്ളിലുള്ള രണ്ട് സൈഡിലും ആൾക്കാർ സെക്യൂരിറ്റിക്കാർ നിന്ന് ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ സൈഡിൽ കൂടെ ഉള്ള വഴിക്കൂടെ മെയിൻ ബസ്സിലേക്കയുടെ ഉള്ളിലേക്ക് കടന്നിട്ട് മുട്ടൂത്തിയേഴെന്ന ബസ്സിലേക്ക് പോവായിരുന്നു. എനിക്ക് കറക്റ്റ് പേരെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷുണ്ട്രു നല്ല എന്താ പറയുക, അടിച്ചു വിളിച്ചാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മെയിൻ ബസ്സിലേക്കയുടെ ഉള്ളിൽ കൂടെ കടന്ന് മുട്ടുകുത്തി എഴഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ബസ്സിലേക്കയുടെ അവിടെ കവാടത്തിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ മുട്ടുകുത്തി എഴഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ മുട്ടുകുത്തി കഴിഞ്ഞു. മുട്ടുകുത്തി കയറി ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു. സ്ത്രീകളിൽ ധന്യമായിട്ടുള്ള മാതാവിൻ്റെ ദേവാലയത്തിലേക്കാണ് നമ്മൾ ഈ മണലിക്കൂടെ മുട്ടുകുത്തിയഴിഞ്ഞ് ചെല്ലുന്നത്. ഒത്തിരി പേര് നേർച്ചകൾ നിറവേറ്റുന്നവരുണ്ട്. ചിലർ മുട്ടുകുത്തിയഴിഞ്ഞ്, ചിലർ അടി വെച്ച് നേർച്ച നിറവേറ്റുന്നവരുണ്ട്. അപ്പോൾ ഞാൻ എഴഞ്ഞ് എത്തി തിരിച്ചിങ്ങോട്ട് നടന്നു. ചേച്ചിയും ചേട്ടനും അമ്മയപ്പച്ചൻ്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഈ മണലിട്ട പാതയുടെ രണ്ട് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഈശോയുടെ പീഡാനുഭവത്തിന് ശേഷമുണ്ടായ, ഈശോയുടെ മരണത്തിന് ശേഷമുണ്ടായ എല്ലാ കാര്യങ്ങളുടെയും ഒരു ആവിഷ്കരണം സ്റ്റാച്ചുകളായിട്ട് ഈ പാതയുടെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറേ ഉണ്ടത്. ഇത്തിരി കഷ്ടപ്പാടാണ് മുട്ടുകുത്തി എഴുന്നുണ്ടെങ്കിലും നമ്മൾ സഹിച്ച് മുട്ടുകുത്തിയൊക്കെ എഴിഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ ചെന്ന് അവിടെ എത്തി മാതാവിൻ്റെ സന്നിധിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരാശ്വാസം പറഞ്ഞറിയിക്കാനാകത്താണ്. ചേച്ചിയൊക്കെ മുട്ടുകുത്തി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മുട്ടുകുത്തി എഴണേ. എന്നാലും കുഴപ്പമില്ല, ചേച്ചിയും അവിടെ എത്തിച്ചു. ഷുണ്ട്രുവിന് അമ്മേനെ കാണാണ്ട് ഒരു ഇതുണ്ടായിരുന്നില്ല. കൊച്ചിനെ അമ്മനെ കാണിക്കാണ്ട് നിർത്തിയേക്കായിരുന്നു. അവൻ അമ്മനെ കണ്ട് അപ്പം ഓടി ഇറങ്ങും താഴെ. അതുകൊണ്ട് അവസാനമായപ്പോഴാണ് ഷുണ്ട്രുവിനെ ജയന ചേച്ചിയുടെ അടുത്തേക്ക് വിട്ടത്. കൊടുക്ക്. നൂരിയത്തെ കൊടുക്കും. അതൊരു മൂന്ന് കൊടുത്തേ. അപ്പൊ നമ്മളങ്ങനെ മുട്ടുകുത്തി കഴിഞ്ഞു. കേട്ടോ, ഞങ്ങള് മുട്ടൊക്കെ മുട്ടുകുത്തി കഴിഞ്ഞു. മുട്ടുത്തുമ്പോ നല്ല വേദനയുണ്ട്. മുട്ടുത്തുമ്പോ അല്ലേ നല്ല വേദനയുണ്ട് അല്ലേ ഷുണ്ട്രു? കൊച്ചിന് ഫുൾ കളിയാണ്. ഞങ്ങളിവിടെ മുട്ടുകുത്തി കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. ഇനിയിപ്പോ ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലെ വെളുപ്പിനെ ഇറങ്ങിയില്ല. ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഇവന്റെ തല നേർച്ചമുട്ടയാണ്. അപ്പൊ തല മുട്ട അടിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം പിന്നെ ഇറങ്ങും. ഇതിലുണ്ട് നല്ല വീടിനതാണ്. നല്ല വീടുണ്ട്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പിന്നെയും ശരവണഭവനിക്ക് തന്നെയാണ് വന്നിരിക്കണേ. വെജിറ്റേറിയൻ രാവിലത്തെ ഫുഡാണല്ലോ. അപ്പൊ നമ്മള് വെജ് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് ശരവണഭവനി വന്നത്. ഇന്നും രാവിലെ നല്ല തിരക്കാണ്. ഇന്നലെ രാത്രി ആയാലും നല്ല തിരക്കുണ്ടായിരുന്നു. ഫുൾ ടൈം ഇവിടെ ബിസിയാണ്. ടേബിളൊക്കെ ഒഴിഞ്ഞിട്ട് കുറച്ച് പാടായിരുന്നു. അമ്മയ്ക്ക് നേരത്തെ ഇഡ്ഡലി വന്നു. അപ്പൊ അമ്മയുടെ ന്യൂസിൽ കഴിക്കുന്നതാണ് ഈ കാണുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഷുണ്ട്രു തല മുട്ടയടിക്കാൻ പോവാണ്. നല്ല ഉറക്കായിരുന്നു അവൻ. ഞങ്ങൾ വിചാരിച്ചു തല മുട്ടയടിക്കണതിൻ്റെ ഇടയിൽ അവൻ എണീക്കുമെന്ന് വിചാരിച്ചേ. പക്ഷെ എന്തോ ഭാഗ്യം, അവൻ തല മുട്ടയടിച്ച് അവസാനമായപ്പോഴാണ് എണീറ്റത്. കരഞ്ഞൊന്നുമില്ല അങ്ങനെ. അതുകൊണ്ട് സ്മൂത്തായിട്ട് തല മുട്ടയടിക്കാൻ പറ്റി. ഒത്തിരി പേര് അവിടെ മുട്ടയടിക്കുന്നുണ്ട്. ഭയങ്കര പിള്ളേര് മുട്ടയടിക്കുമ്പോൾ കരയണതൊക്കെ ഭയങ്കര കരച്ചില്ല അവിടെ. എന്തോ ഭാഗത്തിന് നമ്മുടെ ഷുണ്ട്രു എണീറ്റില്ല. ഷുണ്ട്രു
വലിയൊരു എന്താ പറയാ റെസ്റ്റ് എടുക്കല്, ചെറിയൊരു റെസ്റ്റ് എടുക്കല് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അല്ലേ ചേച്ചിക്കൊന്നും നടക്കാനും കൂടി മുട്ടുത്തി കഴിഞ്ഞിട്ട് നല്ല വലിയാണ് ഗൈസ്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്. നോമ്പ് വിടും, നോമ്പെടുത്തണ്ടായിരുന്നു, അത് വിടും. നോമ്പ് വിടാനാണ് മുഖ്യം. രാവിലെ തന്നെ മുട്ടുത്തി കഴിഞ്ഞു, കൊച്ചിന് തല മുട്ടടിച്ചു, ബീച്ചിൽ പോയി അങ്ങനെ വലിയ വലിയ കൊച്ചിനൊന്നും കൊണ്ട് കാണിച്ചു. വൈകുന്നേരം ഞങ്ങള് ഒന്നുകൂടി ഇറങ്ങും. അപ്പൊ അത് വേറെ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ, സൂപ്പർ വെയിലാണ്. കരിവാളിച്ച പോലെ ഇരിക്കണം. നല്ല വെയിലാണ്, നല്ല വെയിലുണ്ട്. നല്ല വെയില കൊച്ചു കയറുന്നവരേക്ക്. സൂര്യൻ ഉദിച്ചു നിൽക്കണം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ഞങ്ങളിവിടെ പള്ളിയൊക്കെ എല്ലാ പള്ളിയിലും ഒന്ന് കയറി പ്രാർത്ഥിച്ച് അങ്ങനെ ബീച്ചിൽ പോവാന്ന് പ്ലാൻ ഇട്ടിട്ട് പോന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് കണ്ട പൂവൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങള് പള്ളിയില് കുർബാന ഉണ്ടാവും വിചാരിച്ചു പോയി. ഞങ്ങള് ഇവിടെ ഗസ്റ്റ് റൂം ഞങ്ങളുടെ ലോഡ്ജിന് അവിടെ നോക്കിയപ്പോൾ 4 മണിക്ക് മലയാളം കുർബാന ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മലയാളം കുർബാന ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മലയാളം കുർബാന ഏതായാലും തിരിച്ചു പോയി. നീ ബീച്ചിൽ പോകുമായിരിക്കും. പൂക്ക് എല്ലാവരും വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് മുടിയില്ലാത്തവരെ മുടി കെട്ടാത്തവരെ സൈഡ് വെച്ചു മുട്ടൂത്തി കഴിഞ്ഞിട്ട് വയ്യ കൊച്ചിന് അല്ലേ. എന്റെ അമ്മ പൂ വെച്ചിട്ടുണ്ട്, ചേച്ചി പൂ വെച്ചിട്ടുണ്ട്, അപ്പൻ പോയിക്കും തലയിൽ മുടിയില്ല. ഞങ്ങള് മെയിൻ ബസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ചെരുപ്പൂരി കൊടുത്തതായിരുന്നു. ഇവിടെ നമ്മള് ചെരുപ്പൂരി ടോക്കൺ വാങ്ങിച്ച് അവിടെ സൂക്ഷിച്ചു വെക്കണം. ഞങ്ങളിപ്പോ തിരിച്ച് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോണതാണ്. പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് പൂമാലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ചെരുപ്പ് തിരിച്ചു വാങ്ങിച്ച് ഞങ്ങൾ പോവാണ്. അതിന്റെയാണ് ഈ ബഹളമൊക്കെ കാണുന്നത്. എന്തുപറ്റി? ജയനേജിക്ക് എങ്ങനെയുണ്ട് മുട്ട്? പപ്പ തല മുട്ട അടിച്ചു. എന്നാലും വീണ്ടും മുട്ടൂത്തി അതിനടുത്തേക്ക് എന്നെ തിരിച്ചെന്നേക്കാണ്. പള്ളിയിൽ പോയിട്ടില്ല. പള്ളിയിൽ പോയായിരുന്നു. പക്ഷേ ആ മുട്ടൂത്തി എന്നെ വേദനയില് ഞങ്ങൾ ചുമ്മാ കയറി പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്തേ. അപ്പൊ ഇവിടെ ആ പള്ളിയല്ലാണ്ട് വേറൊരു പള്ളി കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ അവിടേക്കും കൂടിയാണ് പോണേ. ആളുകൾ ഇപ്പോഴും മുട്ടൂത്തി ആയിരിക്കുക. ഇവിടെ കൂടുതലും മലയാളീസാണ് കാണുന്നത്. ഇത് മോർണിംഗ് സ്റ്റാർ ബസിലിക്ക എന്ന് പറയുന്ന ബസിലിക്കയാണ്. ഇവിടെയാണ് രാവിലെ 9 മണിക്ക് മലയാളം കുർബാന നടക്കുന്നത്. ഞങ്ങൾ രാവിലെ മുട്ടൂത്തി അഴയാൻ പോയ കാരണം കുർബാനയ്ക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്നിരുന്ന് വൈകുന്നേരം വന്നിരുന്ന് പ്രാർത്ഥിക്കാണ്. ആൾക്കാരൊന്നുമില്ല, വളരെ ശാന്തമായിട്ട് അവിടെ ഒഴിഞ്ഞെടുക്കും. അപ്പോൾ ഇത് മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ പുറത്തുള്ള ഒരു ഗ്രോട്ടാണ്. ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടുന്ന് മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നേരെ ഇരട്ടി തുടങ്ങിയപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഈ കർത്താവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ അവിടേക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അകലേയിൽ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണിത്. ഞങ്ങളിവിടെ കർത്താവിൻ്റെ രൂപത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം കാണാം. ഷിൻഡ്രു ഉമ്മയ്ക്കൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ കാണുന്ന ചാപ്പലിലേക്കാണ് ഞങ്ങളിനി പോണേ. ഇപ്പോൾ വേളാങ്കണ്ണിക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ റൂമിലേക്ക് പോകാൻ വേണ്ടി വണ്ടി ഓടിച്ച് പോകുമ്പോൾ ചാപ്പലൊക്കെ കാണാൻ പറ്റും. അവിടെ കയറണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങളിനി അങ്ങോട്ട് പോവാ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ചാപ്പലിൽ നിന്നുള്ള വ്യൂ ആണിത്. ഈ ചാപ്പലിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ചാപ്പലും കൂടി ഉണ്ട്. അപ്പോൾ ഈ ചാപ്പലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ നേരത്തെ കാണിച്ച കർത്താവിൻ്റെ സ്റ്റാച്ചു ഇല്ലേ, അത് കാണാൻ പറ്റും. പിന്നെ ചാപ്പലിൻ്റെ അകത്ത് മറ്റേ നമ്മൾ കേട്ടിട്ടില്ലേ വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുതം, മറ്റേ കാലിന് വയ്യാത്ത കുട്ടീനെ സുഖപ്പെടുത്തിയത്, ആ ഒരു രൂപമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ കയറി പ്രാർത്ഥിച്ചു. പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നേരിട്ട് ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. നേരം വളരെ ഒത്തിരി ഇരുട്ടിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ബീച്ചിലേക്ക് കയ്യെ കാച്ചൊക്കെ കൊണ്ട്
വെള്ളത്തിലൊക്കെ കളിച്ച് നടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പൊന്നങ്ങട് പോണേ, ഞാൻ പറഞ്ഞില്ല ഒഴുകി പോയില്ലേ. കണ്ടില്ല. എന്നെ എല്ലാവരും കൂടി പറ്റിച്ചു ഗൈസ്. എൻ്റെ ചെരുപ്പം കൂടി പോയിണ്ടായിരുന്നില്ല, എടുത്തൊളിപ്പിച്ച് വെച്ചേക്കായിരുന്നു. ചെരുപ്പിട്ട് സമാധാനത്തിൽ ഞാൻ കടലമ്മ കളിന്ന് പറഞ്ഞിട്ട് എഴുതി കളിച്ചു നോക്കിയതാ ഇത് മാറ്റുമെന്ന് അറിയാം. പക്ഷെ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തു, അങ്ങോട്ട് എത്തണുണ്ടായിരുന്നില്ല തിരമാല. എന്താ പറ്റിയാവോ, കടലമ്മ കള്ളിയെല്ലാം തോന്നുന്നുണ്ട്. കടലിലേക്ക് പോണതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് ആ കടലിൻ്റെ തീരത്ത് അവർ ഫ്രഷ് ആയിട്ട് വറുത്തരേണ്ട മീൻ കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ കടലിൽ നിന്നൊക്കെ കളിച്ച് കയറിയിട്ടിപ്പോൾ മീൻ കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ആ ചേച്ചി ഇതൊക്കെ മീൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രുചിയുണ്ട്. സ്നേഹമുള്ള ചേട്ടൻ കഴിയണത്. എങ്ങനെയുണ്ടമ്മ? നോക്കട്ടെ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ. அப்படி ஆயிருந்த நான் இப்படி ஆயிருப்பேன். അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബൈ.